കൊല്ലം തേവലക്കര ബോയ്സ് സ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റു മരിച്ച സംഭവത്തിൽ CPIM നിയന്ത്രണത്തിലുള്ള സ്കൂൾ ഭരണസമിതി പിരിച്ചുവിട്ടു. പകരം മാനേജറെ നിയമിക്കുന്നതുവരെ കൊല്ലം DEOയ്ക്കാണ് താൽക്കാലിക ചുമതല. സുരക്ഷ ഒരുക്കുന്നതിൽ സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ച സംഭവിച്ചുവെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി പറഞ്ഞു. കേരള വിദ്യാഭ്യാസ ചട്ടപ്രകാരം എയ്ഡഡ് സ്കൂളിന് സുരക്ഷ ഒരുക്കുന്നതിന്റെ ചുമതല സ്കൂൾ മാനേജ്മെന്റിനാണ്. ഇത് നിർവഹിക്കുന്നതിൽ തേവലക്കര സ്കൂൾ മാനേജ്മെന്റിന് ഗുരുതര വീഴ്ച പറ്റി. സ്കൂൾ മാനേജർ R. തുളസീധരൻ പിള്ളയുടെ വിശദീകരണം തള്ളിക്കൊണ്ടാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നടപടി. സ്കൂൾ മാനേജ്മെന്റ് പിരിച്ചുവിട്ടു. മാനേജറെ അയോഗ്യനാക്കി. കൊല്ലം ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർക്കാണ് സ്കൂളിന്റെ നിയന്ത്രണം. മാനേജർ അയോഗ്യനാക്കിയിട്ട് ആ മാനേജറുടെ സ്ഥാനത്തേക്ക് DEO ചുമതലപ്പെടുത്തുകയാണ്. സ്കൂൾ സർക്കാരാണ് DEOയുടെ നേതൃത്വത്തിലാണ് അവിടെ ഭരണം നടത്തുന്നത്. അപ്പോൾ അതിന് പ്രത്യക്ഷമായും പരോക്ഷമായും ആരൊക്കെ കാരണക്കാരായിട്ടുണ്ടോ അവരുടെ പേരിൽ കർശന നിലപാട് എടുക്കാൻ തന്നെയാണ് മുഖ്യമന്ത്രി നിർദ്ദേശിച്ചിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്താണ് ഈ കാര്യങ്ങൾ ചെയ്തിട്ടുള്ളത്. ഇനിയുള്ള സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിലടക്കം തീരുമാനമെടുക്കേണ്ടത് കൊല്ലം DEO ആയിരിക്കും. വിദ്യാഭ്യാസ വകുപ്പ് തീരുമാനത്തെ അംഗീകരിക്കുന്നതായി മാനേജ്മെന്റ് അറിയിച്ചു. ഞങ്ങൾക്ക് ധാർമ്മികമായ ഉത്തരവാദിത്വമുണ്ട്. ഒരു കുട്ടി മരിച്ച സംഭവമാണ്. അതിനെ അത്ര നിസ്സാരമായിട്ട് കാണാൻ കഴിയുന്നതല്ല. അതുകൊണ്ട് ആ തീരുമാനത്തെ ഞങ്ങൾ സ്വാഗതം ചെയ്യാം. എനിക്ക് ചോദിച്ച വിശദീകരണത്തിന് ഞാൻ മറുപടി കൊടുത്തിട്ടുണ്ട്. അതുകൂടെ പരിശോധിച്ചിട്ടാണ് ഈ നടപടി എടുത്തിരിക്കുന്നത്. എനിക്ക് അതിനകത്ത് മറ്റ് വിഷമങ്ങളൊന്നുമില്ല. DEOയ്ക്ക് നൽകിയ ഭരണ ചുമതലയ്ക്ക് കാലപരിധി നിശ്ചയിച്ചിട്ടില്ല. സ്കൂളിന്റെ വികസനം ഉറപ്പാക്കിയ ശേഷം മാത്രമാകും മാനേജ്മെന്റിനെ പുനഃസംഘടിപ്പിച്ചാലും അത് പരിഗണിക്കുക. 24 തിരുവനന്തപുരം.